ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് ഗപ്പീസിനെ മേടിച്ചു. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഗപ്പീസിനെ വളർത്താൻ നോക്കുന്നത്. വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു പണിയില്ലാണ്ട് തേരാപ്പാര കടന്നുറങ്ങുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പണി നടക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ട് വാങ്ങിച്ചതാണ്. സാധനം കൊള്ളാം. ഒരു 6 മേടിച്ച്. അപ്പോൾ നമ്മളൊരു റൗണ്ട് എന്താ പറയുക, 20 ലിറ്ററിൻ്റെ വാട്ടർ കൊണ്ടുവരുന്ന ഒരു ക്യാനുണ്ട്. അത് കഷ്ണം മുറിച്ച് കണ്ട് അതിലാണ് ഇപ്പോൾ 6 പിടിച്ച് കിട്ടുന്നത്. കൊള്ളാം സാധനം, നല്ല ഭംഗിയൊക്കെ ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഞാൻ മേടിച്ച കൂട്ടത്തിൽ ഇതേപോലെ വയറ് കുറച്ച് വലിയൊരു ഗപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫീമെയിലാണ്. അപ്പോൾ ഈ സാധനത്തിനെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് ആ പാത്രത്തിലിട്ട് ഞാൻ അങ്ങനെ ഭംഗി ആസ്വദിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു മീൻകുട്ടി എവിടുന്നോ വന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അത് പ്രസവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ 6 ഏതോ 2 ഇത് ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞ്. ഞാൻ അപ്പം തന്നെ ഇതിനെ പിടിച്ച് വേറൊരു പാത്രത്തിലോട്ടിട്ട് അപ്പോൾ നോക്കുമ്പോൾ ആദ്യം 1 വന്ന്, പിന്നെ 2 വന്ന്, പിന്നെ 3 വന്ന്. അപ്പം അങ്ങനെ 3 കുട്ടികൾ വെളിയിൽ വന്ന്. ഇനി എത്രണ്ണം വരും എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗപ്പിയൊക്കെ കുഞ്ഞിനെ പ്രസവിക്കണത് കാണുന്നത്. എന്തായാലും കൊള്ളാം. ഈ കുഞ്ഞിനെ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്താണെങ്കിൽ ഈ മീനിടാനാണെങ്കിൽ പാത്രവും ഇല്ല, ആകെ പ്രശ്നമായി. ഇനി പുറത്ത് പോയി ഇതിനെ വാങ്ങാൻ ഒരു ബേസിനൊക്കെ വാങ്ങണം, അതൊക്കെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് തിന്നാൻ കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. വേറൊരു വഴിയില്ല. ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ കയറി ഓരോരോ വീഡിയോസ് തപ്പേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതാണ്. പക്ഷെ വേറൊരു ട്വിസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല ഗൈസ്. ഇവൻ്റെ അച്ഛൻ ആരാന്നൊരു പിടുത്തമില്ല. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുന്തിയ ഇനം ഫാദർ ആയിരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലാഭമുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു എത്ര കുഞ്ഞുങ്ങൾ വരുമെന്ന്. ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഞാൻ വേറെ 2 കപ്പ് എടുത്തുകൊണ്ടുവന്ന് ഈ തള്ളയുടെ അടുത്ത് നിന്ന് ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തള്ള ഇഞ്ഞെങ്ങാനും അതിനൊരു എന്താ പറയുക, ഡിപ്രഷൻ എങ്ങാനും അടിച്ച് കുഞ്ഞുങ്ങൾ തിന്നാലോ എന്നുള്ള ഭയം. അപ്പോൾ ഒരു ഏകദേശം 6 കുട്ടികളുണ്ട്. ഞാൻ കുറേ നേരം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ അധികം കാണാനില്ല, വരുന്നില്ല. ഞാൻ ഒക്കെ തീർന്നു തോന്നുന്നു, വയറൊക്കെ കുറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ. അങ്ങനെ 3, 4, 5, 6, 7 കുഞ്ഞുങ്ങളായി. ഞാൻ പിന്നെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേന് 7 കുഞ്ഞുങ്ങളായി. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ എത്രണ്ണം വരും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി പ്രസവിക്കുമ്പോൾ ഒന്നൊരു പിടുത്തൊന്നുമില്ല, എന്നാലും ഞാൻ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞത് ഒരു ലാഭമുള്ള കച്ചവടമാണ്. കാരണം ഞാൻ കടയിൽ പോയിങ്ങാണ്ട് ഒരു പെയറിന് 40 രൂപയ്ക്ക് 3 പെയർ മേടിച്ചു. 40 രൂപയ്ക്ക് മേടിച്ചപ്പോൾ ഈ ഒരു പെണ്ണ് കുറച്ച് വയറ് കൂടുതലായതുകൊണ്ട് ഞാൻ അതിനെ തന്നെ നോക്കിയെടുത്താണ്. ഇനി എങ്ങനാലും നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് ഇതിനെ പാത്രത്തിലിട്ട് പ്രസവിച്ചാൽ, ഞാൻ ഇന്ന് തന്നെ പ്രസവിക്കുന്നു പ്രതീക്ഷിച്ചില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രസവിക്കുന്നുള്ളൊരു കണക്ക് കൂട്ടൽ കൊണ്ടുവന്നാണ്. അപ്പോൾ ഏകദേശം 11 കുട്ടികളായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അടുത്ത തന്നെ നമ്മൾ കടയിൽ പോയി കണ്ട ഒരു ബേസിൻ വാങ്ങിച്ചുകൊണ്ടെന്ന്. അതായത് ഈ 6 ഞാൻ മാറ്റി ബേസിനിലോട്ട്. അപ്പോൾ ഇനി ഈ ബേസിനിൽ ഇവന്മാർ കിടക്കട്ടെ. മറ്റേ കുഞ്ഞുങ്ങളെ ഞാൻ എന്തായാലും ആ ഒരു എന്താ പറയുക, 20 ലിറ്ററിൻ്റെ വെള്ളം കൊണ്ടുവരുന്ന പാത്രം മുറിച്ചതിലിടാൻ പോവാണ്. അപ്പോൾ പിള്ളേരെന്തായാലും ഞാൻ അങ്ങോട്ട് മാറ്റിക്കാണ്ട് തന്തമാരും തള്ളമാരും ഞാൻ വേറെ ബേസിനിലോട്ട് മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പിള്ളേർ ഇതിന്ന് എടുത്താണ്ട് ഇപ്പോൾ ടോട്ടൽ 11 പിള്ളേരുണ്ട്. ഇതിലൊരു ഇതാ ഈ റൈറ്റ് സൈഡ് കിടക്കണ ഒന്നിൽ ഒരു കറുത്ത കുഞ്ഞ് കണ്ട, അതിനെന്തോ പരിക്ക് വെച്ചിരിക്കുന്നു. അതിനാ തള്ള ഒരു വെട്ടിനെ ഞാൻ കണ്ടതാണ്. അപ്പോൾ പിടിക്കാൻ പറ്റുന്നില്ല ആ കുഞ്ഞിനെ കിട്ടിയാനെ. ഇപ്പോൾ 11 കുഞ്ഞുങ്ങൾ, 10 കുഞ്ഞുങ്ങളുടെ അവസ്ഥ കഷ്ടമാണ്. ഇതിലാണ് നമ്മൾ ഇനി കുഞ്ഞുങ്ങളിടാൻ പോകുന്നത്. ഈ ബേസിനിൽ ഈ വെള്ളം ഓൾറെഡി ഈ ഈ പിള്ളേർ ഇപ്പോൾ കിടക്കുന്ന സെയിം ടെമ്പറേച്ചറിലൊക്കെയുള്ള വെള്ളമാണ്. നമ്മൾ യൂട്യൂബിൽ നോക്കി കുറേ വീഡിയോ ഒക്കെ കണ്ടുപിടിച്ച്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, പിള്ളേരെ നൈസായിട്ട് ആ വെള്ളത്തിലോട്ട് ഇറക്കി വിട്ട്. ഒരു 11 പിള്ളേരുണ്ട്. 11നും ഈ ഒരു ടാങ്കിൽ, ചെറിയ ടാങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടാങ്ക് തന്നെ മതിയാവോ വെച്ച് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ വലിയ ടാങ്ക് വേണമെങ്കിൽ നമുക്ക് വലുത് വാങ്ങേണ്ടി വരും. അതാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ 11 ആ ഏറ്റവും വലിയ കുഞ്ഞാണ് ആ ഞൊണ്ടി നടക്കണത്. അതിന് ഒടിഞ്ഞു പോയി, എന്ത് പറ്റിയെന്ന് അറിയില്ല. തള്ള വെട്ടണ ഞാൻ കണ്ടിരുന്നു. അത് വിശന്നപ്പോൾ കടിച്ചാണ് തോന്നുന്നത്. വലിയ സാധനത്തിനെ കണ്ടപ്പോൾ വിചാരിച്ചു കാണുന്നത് ഇതിൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ കടിച്ചാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു പാവം, എനിക്ക് രക്ഷയും വെച്ചില്ല. അതിൻ്റെ ഇടയിൽ വേറെ എന്തോ സാധനം അതിൻ്റെ ഉള്ളിൽ ചാടി വീണ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാവോ. ഞാൻ അതിനെന്തായാലും എടുത്ത് ദൂരത്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവണം. ഇത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു സർപ്രൈസൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാദർ ആരാന്നറിയില്ല. എൻ്റെ പ്രാർത്ഥന ഏതെങ്കിലും മുന്തിയ ഇനം വലിയ വാലുള്ള നല്ല കളറൊക്കെ ഉള്ള തന്തപ്പിടി ആയാൽ മതിയായിരുന്നു പോകാമായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു തന്തപ്പിടിന് കിട്ടും. ഇതിപ്പോൾ ലാഭമുള്ള കച്ചവടമാണ്. ഞാൻ 6 മീനിനെ വാങ്ങി 11 കുഞ്ഞുങ്ങൾ കിട്ടി. ബെനിഫിറ്റാണ്, ലാഭമാണ് സംഗതി. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തള്ള പ്രസവിച്ച് 6 കുഞ്ഞുങ്ങളുമായി.
അപ്പോൾ ഈ ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് ബദാമിൻ്റെ ഇലയും അതേപോലെ വാഴൻ്റെ ആണ്. ഏതോ യൂട്യൂബിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞാണ് കുഞ്ഞിന് കൊടുക്കാൻ ഫുഡ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇല ടച്ചാൽ മതി, അപ്പോൾ അതിൽ നിന്ന് എന്തോ ഫുഡൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് തിന്ന് കുഞ്ഞുങ്ങൾ ജീവിച്ചോളുന്നു. എൻ്റെ അടുത്ത് തള്ളയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇറ്റിങ്ങൾ വളർന്ന് വലുതാവുന്ന വീഡിയോ ഇട്ട് തരാം അടുത്ത്.